കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഡെപ്യൂട്ടി മേയറും LDF സ്ഥാനാർത്ഥിയുമായ മുസഫർ അഹമ്മദ് പറയുന്നത്. LDFന് 50-ന് മുകളിൽ കൌൺസിലർമാരുണ്ടാകുമെന്ന് മുസഫർ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറും നിലവിലെ സ്ഥാനാർത്ഥിയുമായ മുസഫർ അഹമ്മദ് ചെയ്യുന്നുണ്ട്. രാവിലെ വോട്ട് രേഖപ്പെടുത്തി. എങ്ങനെയുണ്ട് ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ അവസാനം വരെ ജനങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് അവരോട് സംസാരിച്ചു. LDFന് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾ കേട്ടു. കേരളത്തിലെ പൊതുവായ ഗവൺമെന്റിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ LDFന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഊന്നി ജനങ്ങളിലേക്ക് പോയത്. അത് നല്ല നിലയിൽ തന്നെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഈ 50 വർഷമായി തുടരുന്ന ഒരു ഭരണമാണ്. അത് വീണ്ടും തുടരുന്ന ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം സംശയമില്ലല്ലോ. 50 വർഷക്കാലം ഒറ്റയടിക്ക് ഒരു ബട്ടണമർത്തി 50 വർഷക്കാലത്തോളം വന്നതല്ല. പടിപടിയായി കോഴിക്കോട്ടെ LDFന്റെ ഭരണത്തിന്റെ മികവാണ് ഓരോ തെരഞ്ഞെടുപ്പിലും മാൻഡേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 വർഷക്കാലത്തെ ഏറ്റവും വലിയ മികവിന്റെ നേട്ടങ്ങളെ ജനങ്ങളിൽ എത്തുമ്പോൾ അതിനുപോലും കോഴിക്കോട്ടെ UDF വരളി പിടിച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അവസാനം കണ്ടതാണ്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല കോഴിക്കോട്ടെ LDF. പ്രോഗ്രസ് റിപ്പോർട്ട് പിന്നെ അത് ചട്ടലംഘനമാണെന്നൊക്കെ കളക്ടർ പറഞ്ഞേക്ക ഒരു ക്ഷീണമായ അവസാനം. തീർച്ചയായും എന്തടിസ്ഥാനത്തിലാണ് കളക്ടർ അങ്ങനെ നിലപാട് സ്വീകരിച്ചതല്ല, ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 27 പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഏത് തെരഞ്ഞെടുപ്പ് ചട്ടമാണ് ലംഘിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് തെറ്റായ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, ബോഗസായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നതല്ലേ പറയുന്നത്. 80 പേജുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരു വരി പോലും ഇത്ര ഇലക്ഷൻ പ്രചരണം അവസാനിക്കുന്നത് വരെ ഒരു വാചകം പോലും തെറ്റായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. 50 സീറ്റുകളാണ് കഴിഞ്ഞോടെ ഉണ്ടായിരുന്നത്. ഇത്തവണ എങ്ങനെയാ സീറ്റ് കൂടുമോ? സീറ്റിന്റെ എണ്ണമൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കഴിഞ്ഞ തവണത്തെക്കാളും നല്ല മുന്നേറ്റം കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഉണ്ടാക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ പ്രതികരണം കണ്ട് വ്യക്തമാകുന്ന ഒരു ചിത്രം. രാവിലെ തന്നെ പോളിംഗ് നിരകൾ നീണ്ട ക്യൂ കാണുന്നുണ്ട്. അപ്പൊ ജനങ്ങളും ആവേശത്തിലാണെന്ന് വോട്ട് ചെയ്യാൻ. തീർച്ചയായും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതിയായ താല്പര്യമുള്ളതാണ്. എല്ലാ കാലത്തും ഓരോ വാർഡുകളിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് മാറ്റിവെക്കുന്ന എന്നുള്ളത് വളരെ വ്യക്തമാണ്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വീടുകളിൽ അത് അനുഭവപ്പെടുകയാണ്. ലോകത്തെവിടെയുണ്ട് മാസാമാസം ഈ കാലത്ത് രക്ഷിതാക്കളെ പോലും തിരിഞ്ഞു നോക്കാത്ത, എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു കാലത്ത് സർക്കാർ വീടുകളിൽ രക്ഷിതാവായി ആ വീടുകളിൽ വയോജനങ്ങളെ, വിധവകളെ, ഭിന്നശേഷിക്കാരെ ഒക്കെ ചേർത്ത് പിടിച്ച് ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇത് ചൈനയോ വലിയ മുന്നേറ്റം നടത്തിയ മുന്നോട്ട് പോയ മുതലാളിത്ത രാജ്യത്തിലും അല്ല നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ ദരിദ്രമായ ഇന്ത്യ രാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനത്താണ്. അതൊക്കെ സ്വാഭാവികമായും ജനങ്ങളിൽ പ്രതികരണം ഉണ്ടാവില്ലേ? സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ പെൻഷൻ പദ്ധതി ഇതൊക്കെ LDFന്റെ വാഗ്ദാനം നടപ്പാക്കിയില്ലേ? അതിന്റെ പ്രതികരണം ജനങ്ങളിൽ ഉണ്ടാകും. ജനങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം LDFനുണ്ട്. ഏതായാലും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഡെപ്യൂട്ടി മേയറും നിലവിലെ മേയർ സ്ഥാനാർത്ഥിയുമായ മുസഫർ അഹമ്മദ് പങ്കുവയ്ക്കുന്നത്. മനീഷ് പെരുമണ്ണിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.